ചേച്ചിക്ക് വെജിനോടാണോ നോൺ വെജിനോടാണോ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് സദ്യ വിഭവം, എനിക്ക് നല്ല വെജ് ഉണ്ടെങ്കിൽ നോൺ വെജിനോട് വലിയ രീതിയിൽ, ഫിഷ് ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ്. ചിക്കനോട് അങ്ങനെ അത്ര ഓക്കെ ആണ്. പക്ഷെ ഇപ്പം ചിക്കനും ഫിഷും വെച്ച് കഴിഞ്ഞാൽ ഐ പ്രിഫർ ഫിഷ്. പക്ഷെ നല്ല സദ്യ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് ചാടും. ഇപ്പൊ ചില കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാല് ഹസ്ബൻഡ് ഇതുപോലെ വാ നമുക്ക് പോവാം പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വരും. സദ്യ കഴിക്കാനുള്ള ഒരു ചാൻസ് ആണ് ഇല്ലാണ്ടാക്കുന്നത്. സദ്യ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ച് ടൈം എടുക്കും. അപ്പൊ ചേച്ചിയുടെ ഒരു 4 വരി പാട്ട് കേട്ടാൽ കൊള്ളാന്ന് പ്രേക്ഷകർ ഇപ്പൊ പ്രേക്ഷകരുടെ മനസ്സ് ഞാൻ വായിച്ചു. പ്രേക്ഷകർ പറഞ്ഞു ചേച്ചിനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കും. യെസ്, ഞാൻ കേട്ടിരിക്കുന്നു. അപ്പൊ ഒരു 4 വരി പാട്ട് മനസ്സ് വായിക്കുന്നത് നേരത്തെ അറിഞ്ഞിരുന്നു പഠിച്ചിട്ട് വരായിരുന്നു. അപ്പൊ ഞാനും പ്രേക്ഷകരും തമ്മിൽ ആ ഒരു ബോണ്ടിങ് വന്നല്ലോ. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് പ്രേക്ഷകരുടെ മനസ്സ് പെട്ടെന്ന് വായിക്കാൻ പറ്റും. 4 വരി പാട്ടുകാരി എല്ലാരും വിളിക്കുക. ആദ്യത്തെ 4 വരി മാത്രമേ അറിയൂ. ഒരു 4 വരി നമ്മുടെ അമൃത TV പ്രേക്ഷകർക്ക് വേണ്ടി. അപ്പൊ ഈസ്റ്റേൺ രുചിയോണം കണ്ടോണ്ടിരിക്കുന്ന സ്ഥിരം പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ രശ്മി ചേച്ചി നല്ലൊരു 4 വരി പാട്ട്. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം, കളിയാടാമേ കിളിമരത്തണലോരം, കളിയാടാമേ കിളിമരത്തണലോരം, കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ. എപ്പോഴേ ഇഷ്ടം ഫുൾ പാടിയാലേ അവിടെ അടിക്കും. ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെയാണ് ശ്രദ്ധ. ഇതാണോ ബോബൻ സാറിന് പാടി കൊടുക്കാറുള്ള പാട്ട്? അല്ല, അത് വേറെ. ചേച്ചിയുടെ പുതിയ വിശേഷങ്ങൾ കേൾക്കട്ടെ. എന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം സീരിയൽസ് ചെയ്യുന്നുണ്ട്. അപ്പം ഷൂട്ട് സംബന്ധിച്ച് മിക്കവാറും തിരുവനന്തപുരത്ത് തന്നെയാണ്. അതുകൊണ്ട് വീട്ടുകാർ സമാധാനത്തോടെ ജീവിക്കുന്നു. കൊച്ചിയിലേക്ക് അങ്ങനെ കാലുകുത്താറില്ല. വല്ലപ്പോഴൊക്കെ കാണുമ്പോ ഒരു സന്തോഷം വന്നല്ലോ, ഒരു സന്തോഷം അല്ലേ. ഇപ്പൊ സീരിയലിലേക്ക് ഇങ്ങനെ നെഗറ്റീവ് റോൾസ് ഒക്കെ ചെയ്യും, പിന്നെ പാവം പിടിച്ച ഒരു അമ്മയുടെ റോള് ചെയ്യും. ഏത് ചെയ്യാന്നാ കുറച്ചും കൂടി ഇഷ്ടം? എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ഇതിനകത്ത് എന്താ പറയുക, നമ്മൾ പറയില്ലേ, ഒരു ലേബിളിൽ അറിയപ്പെടാൻ ഇഷ്ടമല്ല. അപ്പൊ ഒരു പ്രോജക്റ്റ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു നെഗറ്റീവ് സാധനം ചെയ്യുന്നെങ്കിൽ അടുത്തൊരു പ്രോജക്റ്റ് വരുമ്പോൾ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള എന്താണെന്ന് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഇപ്പൊ കണ്ട അവരൊക്കെ വെറുക്കരുതല്ലോ അടുത്ത പ്രോജക്റ്റ് വരുമ്പോ. അല്ല, നമ്മള് നെഗറ്റീവ് സാധനം ചെയ്യുമ്പോ പ്രേക്ഷകർ നമ്മളെ വെറുത്താൽ മാത്രമേ ആ ക്യാരക്ടർ വിജയിച്ചുള്ളൂ എന്ന് പറയും. വീട്ടുകാരെ തന്നെ പേടിച്ചു പോയിട്ടുണ്ടോ? വീട്ടുകാർ പേടിച്ചു പോയിട്ടുണ്ടോ? അച്ഛനമ്മയ്ക്കും തന്നെ ബേസിക് സ്വഭാവം അറിയാം. എവിടം വരെ പോകും വീട്ടിൽ. പക്ഷെ ചില സമയത്ത് ഡയലോഗ് അടിക്കുമ്പോൾ പറയും അതെ സീരിയലിലുള്ളത് അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരണേന്ന് പറയും. കാരണം സീരിയൽ നമ്മളൊരു ലോങ് റണ്ണിലൊരു ക്യാരക്ടർ, അപ്പൊ അതിന്റെ അംശമൊക്കെ ചില സമയത്ത് രശ്മി ചേച്ചി ഇന്ന് നമുക്കായി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കാണ്. ഇനി ഈ വറുത്ത തേങ്ങയും കൂടെ ഒന്ന് മിക്സ് ആക്കിയാൽ മതിയോ? അത് ഇങ്ങനെ മുകളിൽ കിടക്കും. ഇങ്ങനെ മുകളിലിടുന്നല്ലേ അതിന്റെ ഒരു ഭംഗി. ബിരിയാണിയിൽ ലാസ്റ്റ് മറ്റേ അത് കൂട്ടുകറി എന്ന് പറഞ്ഞാൽ കണ്ണൂർ സ്റ്റൈൽ കൂട്ടുകറി. പക്ഷെ ഇതിന് ലാസ്റ്റ് ഒരു ഫിനിഷിംഗ് സാധനം കൂടി ഉണ്ട് നമുക്ക്. നമ്മൾ ഇട്ടില്ല. അതിന്റെ ആ ഒരു എരിവും ഇതും ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ജസ്റ്റ് ഇട്ടിട്ട് നമുക്ക് എല്ലാവരും ഒരു പിടി പിടിക്കും. കുട്ടി ഇളക്കാൻ ഇഷ്ടമാണല്ലോ, ഇളക്കിക്കും. അബദ്ധത്തിനെ കുറിച്ച് പറഞ്ഞു പോയി. എനിക്ക് ഇങ്ങനെ ചുമ്മാ ഇളക്കുന്നത് ഇഷ്ടമാണ്. നന്നായിട്ട് ഇളക്കിക്കോളൂ കുട്ടി. കണ്ടോ, കുക്കിംഗ് കഴിഞ്ഞു. നമ്മുടെ കൂട്ടുകാർ റെഡിയാണ്. ഇനി നമുക്ക് സർവിംഗ് ബൗളിലേക്ക് അല്ലെ നല്ല അടിപൊളിയായിട്ട് സെർവ് ചെയ്ത് വെക്കാം. നമുക്ക് സദ്യയുടെ വാഴയിലയില് കൂട്ടുകറി എവിടെ വരുന്നറിയോ? ഈ സൈഡില്, മുകളില് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന ആ ഐറ്റംസിന്റെ ഇടയിൽ. ഓക്കെ, ഈസ്റ്റേൺ രുചിയോണത്തിൽ നല്ല അടിപൊളി കൂട്ടുകറി, കണ്ണൂർ സ്റ്റൈൽ കൂട്ടുകറിയാണ് രശ്മി ചേച്ചി നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്തത്. അങ്ങനെ ചേച്ചി നല്ല അടിപൊളി പ്രസന്റബിൾ ആയിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ? അതും ടേസ്റ്റ് ചെയ്യണോ അതോ ഞാൻ ടേസ്റ്റ് ചെയ്യണോ? അവിടെ എന്റെ എക്സ്പ്രഷനിൽ നിന്ന് പിടിക്കാൻ നിൽക്കാണ്. ഓക്കെ, സെറ്റല്ലേ? സെറ്റോ. രുചിയോണം അമൃതതൻ രുചിമേളം.